എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാബേജ് വടയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കാബേജ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഞാൻ ഇതുപോലെ നീളത്തിൽ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കാബേജ് നന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഉലർത്തി കൊടുത്തിട്ട് അതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് ഒരു സവോളയാണ്. ഒരു മീഡിയം സൈസ് സവോള എടുക്കുക. അതും അതുപോലെ നീളത്തിൽ വളരെ തിന്നായിട്ട് അരിഞ്ഞെടുക്കുക. സവോള അതുപോലെ നമ്മളൊന്ന് ഉലർത്തി കൊടുത്തതിന് ശേഷം ആ കാബേജിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് മാത്രം ആവശ്യമുള്ള ഉപ്പ്, അതായത് കാബേജിനും സവോളയ്ക്കും വേണ്ടുന്ന ഉപ്പ് നമ്മൾ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നാലും അതിൽ ഉപ്പ് ചേർന്ന് പിടിക്കത്തുള്ളൂ. ഇനി നമ്മൾ ഒരു 2 തണ്ട് കരിവേപ്പില ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 2 സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റവ പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1.5 സ്പൂണ്. നല്ലൊരു ക്രിസ്പിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അരിപ്പൊടി ചേർത്താലും മതി, റവ ആകുമ്പോൾ ഒന്നുകൂടി ക്രിസ്പിയായിട്ട് കിട്ടും. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 3/4 സ്പൂണ് മുളക് പൊടി, അല്പം ചെറിയ ജീരകം, പിന്നെ നമ്മളിട്ട മൈദയ്ക്കും മുളക് പൊടിക്കും ആവശ്യമുള്ള ഉപ്പും ഒരു 2 സ്പൂണ് ഓയിലും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളതൊന്ന് ടൈറ്റായിട്ടൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കാബേജിൻ്റെയും സവാളയുടെയും വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പൊടി പോരായിരുന്നു, അതുകൊണ്ട് ഞാൻ 1 സ്പൂണ് മൈദ 1/2 സ്പൂണ് റവയും കൂടി ചേർത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ അത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി. അപ്പോൾ നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് വളരെ നൈസായിട്ട് പരത്തിയിട്ട് നമ്മൾക്കതിൽ ഇട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത്. നമ്മൾ മറ്റ് വടകൾ കഴിക്കുന്ന മാതിരിയല്ല, കാബേജൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ മഴക്കാലത്ത് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കായാലും മറ്റുള്ളവർക്കായാലും നല്ലൊരു ഈവനിങ് സ്നാക്കായിരിക്കും. അപ്പോൾ നമ്മളെ വടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കി കൂടി നമ്മൾക്ക് അതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊരിച്ചെടുക്കുന്ന സമയത്ത് എണ്ണ ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടണം. അധിക സമയമൊന്നും ഇരിക്കരുത്. നമ്മൾ ചൂടോടെ തന്നെ ഇത് കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മളെ കാബേജ് വട എല്ലാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.